ഇരട്ടിയൊരു യുദ്ധം താങ്ങുമോ ലോകം എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് വിദേശകാര്യ വിദഗ്ധനാണ് തത്സമയം ചേരുന്നത്. ഡോക്ടർ ലിറാർ, സ്വാഗതം. ഇപ്പോൾ ഇറാനും ഇസ്രയേലിനും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ യുദ്ധം തന്നെയല്ലേ? തീർച്ചയായിട്ടും യുദ്ധം തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഈ പശ്ചിമേഷ്യ, സത്യം പറഞ്ഞ പശ്ചിമേഷ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ യുദ്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ടെലിവിഷൻ ചാനലുകളിലും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, 2 ഭാഗത്തു നിന്നും ആക്രമണം നടക്കുന്നു. ആദ്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവർ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും അവർ അറ്റാക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനും അതിന്റെ സറൗണ്ടിങ് ഏരിയയിൽ തന്ത്രപരമായ ഒരുപാട് ലൊക്കേഷൻസ്, പ്രത്യേകിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫിനെ അവർ ഇസ്രായേൽ കൊലപ്പെടുത്തി. അതും കൂടാതെ ഇറാന്റെ തന്നെ സൈനിക മേധാവി മുഹമ്മദ് ബഗീരി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. കൂടാതെ ആണവ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആളുകളെയും ശാസ്ത്രജ്ഞന്മാരെയും ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊരു തിരിച്ചടിയായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഇപ്പോൾ നമ്മൾ ചാനലുകളിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നുള്ള പേരിലാണ് ഇറാൻ ഇപ്പോൾ അതിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ടെല്ലവീലും അതേപോലെ തന്നെ ജെറൂസലേമിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെറുതായിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 3 ആളുകൾ ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതുവരെ നമ്മൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. അപ്പം ഈ ഒരു പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട 2 സൈനിക ശക്തികളാണ് ഇസ്രായേലും അതേപോലെ ഇറാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട മറ്റു സായുധ സംഘടനകളുമായിട്ട് നടന്ന സംഘർഷം പോലെ ആയിരിക്കില്ല 2 രാഷ്ട്രങ്ങൾ തമ്മിൽ സ്വാഭാവികമായിട്ട് സംഘർഷം നടക്കുന്നത്. ഇതുവരെ ഇപ്പോൾ നമ്മൾ ഇസ്രായേലും പലസ്തീനിലെ വിവിധ സംഘടനകളും തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ, അതായത് ഹമാസുമായിട്ടും അല്ലെങ്കിൽ ലെബനോൻ ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ട് അല്ലെങ്കിൽ യമൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൂത്തികളുമായിട്ടായിരുന്നു ഇതുവരെ സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ 2 രാഷ്ട്രങ്ങൾ തമ്മിലാണ് സംഘർഷം നടക്കുന്നത്. അത് തന്നെ നമുക്ക് കണ്ട് 2 രാഷ്ട്രങ്ങളും അവരുടേതായ രീതിയിൽ പവർഫുൾ ആണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. 2 രാഷ്ട്രങ്ങൾക്കും എക്സ്റ്റേണൽ സപ്പോർട്ട്, പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ആക്ടേഴ്സിന്റെ സപ്പോർട്ടുമുള്ള 2 രാഷ്ട്രങ്ങളാണ്. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് വെസ്റ്റേൺ കൺട്രീസ് ഏതാണ്ടെല്ലാം ഇസ്രായേലിന്റെ കൂടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ശക്തമായ സപ്പോർട്ടുണ്ട്. അതേസമയം ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, റഷ്യ, ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ്. ഓപ്പൺലി അവരാരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൂടി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഏതാണ്ട് ഒരു യുദ്ധത്തിന്റെ ഒരു സമാന അത്തരം ഒരു കണ്ടീഷനിലേക്ക് തന്നെ ഈ ഒരു പശ്ചിമേഷ്യ കടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക്. ഡോക്ടർ ലിറാർ, പലപ്പോഴും പറയപ്പെടുന്ന കാര്യം, ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ റഷ്യയുടെ അടക്കം പിന്തുണ ഇറാന് കിട്ടും എന്ന് പറയുമ്പോഴും അവിടെ മറ്റൊരു യുദ്ധം നടക്കുകയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ഏതാണ്ട് 3 വർഷമാവുകയാണ് ഇപ്പോൾ. അങ്ങനെ സജീവമായി ഒരു യുദ്ധം നടക്കുന്ന യുദ്ധമുന്നണിയിൽ നിന്ന് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രത്തോളം പോയി ഇറാനെ സഹായിക്കാൻ പറ്റും? മറ്റൊരു കാര്യം, ആ രീതിയിലൊക്കെ ഈ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം എന്നറിയുമ്പോൾ നമ്മൾ ഊഹിക്കണം അതുണ്ടാക്കുന്ന സാമ്പത്തികമായ തകർച്ച എന്തൊക്കെ തരം ആഘാതങ്ങൾ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത്. ആ തരത്തിലേക്കൊക്കെ നീങ്ങുവാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ? അത്തരം ഭീഷണികൾ നമുക്ക് മുന്നിലുണ്ടോ ഇവിടെ? തീർച്ചയായും മാഡം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഇപ്പം മാഡം ആദ്യം തന്നെ പറഞ്ഞു റഷ്യയുടെ ഒരു ഡയറക്റ്റായിട്ട് എൻട്രി അല്ലെങ്കിൽ സഹായം പ്രതീക്ഷിക്കാമോ. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു അറ്റാക്ക് നടക്കുന്ന കോണ്ടെക്സ്റ്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഇസ്രായേൽ അതിന് തിരഞ്ഞെടുത്ത സമയം വളരെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യോജിച്ച സമയം വേണമെങ്കിൽ പറയാൻ പറ്റും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇറാനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള റീജിയണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുള്ള 3 മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും. ഈ 3 ഓർഗനൈസേഷൻസും ഏതാണ്ട് ഇപ്പം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ഒരു പൊസിഷനിലാണ്. ഇതേ അവസ്ഥ തന്നെയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. മാഡം പറഞ്ഞ പോലെ 3 വർഷത്തോളമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. ഇപ്പം കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് റഷ്യ ഉക്രൈൻ സംഘർഷം അതിൻ്റെ ഒരു പാരമ്യത്തിൽ
നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഡയറക്റ്റായിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അതിരൂക്ഷമായ യുദ്ധം നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം റഷ്യക്ക് അതിന് ആയുധങ്ങൾ കയറ്റി അയക്കുന്നതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരു അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി മാഡം ചോദിച്ച രണ്ടാമത്തെ ഭാഗം, ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ആ ഒരു റീജിയനിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലും എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറാന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഒന്ന്, ഇറാൻ ആ ഒരു റീജിയനിലെ വലിയൊരു രാഷ്ട്രമാണ്. ഇറാനിൻ്റെ നമുക്കറിയാം ആ റീജിയനിലെ അത്യാവശ്യം നാച്ചുറൽ റിസോഴ്സ് ഉള്ള, അതിൽ പെട്രോളിയം പ്രൊഡക്റ്റ് ആണെങ്കിലും നാച്ചുറൽ ഗ്യാസും ഉള്ള ഒരു രാഷ്ട്രമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയിൽ അത്ര അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കൂടി നല്ലൊരു മിലിറ്ററി പവറുള്ള രാഷ്ട്രമാണ്. ഡ്രോൺ ടെക്നോളജിക്ക് അത്യാവശ്യം അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു മേഖലയിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രമാണ്. അല്ലെങ്കിൽ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പവറാണ്. അതൊരു സുന്നി ബ്ലോക്കുകൾക്കെതിരെയുള്ള ഒരു ഷിയ ബ്ലോക്കുകളെ ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്. 90% ജനങ്ങൾ ഷിയ വിഭാഗത്തിൽ വരുന്ന രാഷ്ട്രമാണ്. അതിൻ്റെ കൂടാതെ തന്നെ ഇറാന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആ ഒരു റീജിയൻ പേർഷ്യൻ ഗൾഫ് ഉൾക്കൊള്ളുന്ന ഭാഗത്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ള സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ് ഉണ്ട്, ഒരു വാട്ടർ ബോഡി. അതുവഴിയാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ വ്യാപാരം നടക്കുന്ന ഒരു മേഖല. അല്ലെങ്കിൽ അതാണ് ആ ഒരു പോയിന്റിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് പെട്രോളിയം പ്രൊഡക്ട്സും എല്ലാം എത്തുള്ളൂ. അത് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ആ ഒരു കപ്പൽ ചാനലാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പൽ ചാനൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത് ഇറാൻ, അതേപോലെ UAE, ഒമാൻ പോലത്തെ രാഷ്ട്രങ്ങളുടെ ഒരു മിഡിൽ പോയിന്റിലാണ്. അപ്പോൾ ഇറാനാണ് കൂടുതൽ ആ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇറാനിയൻ ഫോഴ്സിന്റെ നാവൽ ഫോഴ്സിന്റെ ഒക്കെ ഒരു ഡയറക്റ്റ്ലി കൺട്രോളിലാണ് ഒരു ഭാഗം. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു റീജിയൻ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇറാനെതിരെ ഏതെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഭീഷണി വരുന്ന സമയത്തൊക്കെ ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള വ്യാപാരത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അത് ഏത് സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓയിൽ പ്രൈസ് കൂടാൻ കാരണമാകും. അപ്പം ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങളും പ്രധാനപ്പെട്ട ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ഓയിലിന്റെ അവിടുന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ എനർജി സെക്യൂരിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഓയിലിനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു, നമുക്ക് അതിന്റെ ഒരു ആഘാതങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു യുദ്ധത്തിൽ ഏതൊക്കെ രാഷ്ട്രങ്ങൾ വലിച്ചെടുക്കപ്പെടും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പം അമേരിക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റഷ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങളായിക്കോട്ടെ, അവരൊക്കെ നമ്മൾ ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടാൻ സാധ്യത നമ്മൾ കാണണം. കാരണം ഇറാൻ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇതിൽ സഹായിച്ചാൽ ഇടപെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ അമേരിക്കയുടെ വ്യോമ അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളും നാവൽ ബേസുകളും ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് US ഒഫീഷ്യൽസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഇറാഖിൽ നിന്നും നൈബറിങ് അവരുടെ മിലിറ്ററി ബേസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവരെ പിൻവലിച്ചിരുന്നു. അപ്പം അവർ ഇറാൻ ഒരു അറ്റാക്ക് ചെയ്യാൻ സാധ്യത അമേരിക്ക അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അമേരിക്കൻ ബേസുകളൊക്കെ അതിപ്പം ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും, പ്രത്യേകിച്ച് ചെറിയ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE പോലത്തെ രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കൻ ബേസുകളുണ്ട്. അപ്പം ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത, ഇപ്പം ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു ടഫ് ടാർഗറ്റ് ആണ്. അല്ലെങ്കിൽ എത്രത്തോളം ഇസ്രായേലിനെ ഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളത് അത്ര ഒരു പ്രതീക്ഷയില്ലാത്ത. അതേസമയം ഇറാനെ സംബന്ധിച്ചും സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും ഇറാൻ അമേരിക്കൻ ബേസുകളെയോ അല്ലെങ്കിൽ അമേരിക്കയെ സഹായിക്കുന്നു എന്ന് ഇറാൻ വിശ്വസിക്കുന്ന ഗൾഫ് സ്റ്റേറ്റ്സിനെയോ ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധം മറ്റൊരു തരത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ കൂടുതൽ ആക്ടേഴ്സ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും മലയാളികളെ ബാധിക്കാം. കാരണം മലയാളികൾ ഒരുപാട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അപ്പം അത്തരത്തിൽ ഇതിൻ്റെ ഇപ്പോൾ തന്നെ അത് മാത്രമല്ല, ഓൾറെഡി ഇപ്പം എയർ ട്രാഫിക്കിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ബാധിച്ചു കഴിഞ്ഞു. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇപ്പം ഒരിക്കലും ഇറാൻ ഇസ്രായേൽ ഈ വ്യോമപാതകളെല്ലാം അടച്ചിരിക്കുകയാണ് ഇന്നും ഇന്നലെയൊക്കെയായിട്ട്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ആ ഒരു ഫ്ലൈറ്റ് ജേണിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലാണ് ഇത് ലോക്കൽ ലെവലിലും റീജിയണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അത് സെക്യൂരിറ്റി തരത്തിലാണെങ്കിലും എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ എനർജി സെക്യൂരിറ്റി, അങ്ങനെ പല തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും മറ്റ് ഏത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം
യുദ്ധം ചെയ്യുന്നത് പോലെ അല്ല ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്നുള്ള കാര്യം ഒരുപക്ഷെ ലോകം ആ ഒരു ആശങ്ക മുന്നിൽ കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എണ്ണ ശക്തി എന്നുള്ള നിലയ്ക്ക് കൂടി ആ രീതിയിൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഒരുപക്ഷെ അതിന് നിൽക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ഘട്ടത്തിൽ. അപ്പോഴും അടുത്ത ദിവസം നാളെ ഒരു ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു ആണവായുധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ആ ചർച്ച. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ആക്രമണം, അതിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്കടക്കം അവിടെ ആക്രമണം നടക്കും എന്ന കാര്യം അറിയാമായിരുന്നു. അമേരിക്കയുടെ അറിവോടെയാണ് ആക്രമണം. ചർച്ചയ്ക്ക് വിളിച്ചു നിർത്തിയിട്ട് നടത്തിയ ആക്രമണം അത് ശരിക്കും ഒരു ചതിയായി തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? വേണമെങ്കിൽ അങ്ങനെ പറയാം. കാര്യം മാഡം പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു ആക്രമണം നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഓൾറെഡി ഈ ഇറാന്റെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് 5 റൗണ്ട് ചർച്ചകൾ ഓൾറെഡി പിന്നെ നടന്നിട്ടുണ്ട് ഒമാനില്. അതിന്റെ 6ാം റൗണ്ട് ചർച്ച നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ന്യായമായിട്ടും സംശയിക്കേണ്ട ഒരു കാര്യം, അത്തരം ഒരു ചർച്ചയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടി അല്ലെങ്കിൽ നയതന്ത്ര തരത്തിലുള്ള ഒരു ചർച്ച ആഗ്രഹിക്കാത്ത ഏതൊക്കെയോ രാഷ്ട്രങ്ങൾ ഈ റീജിയനിൽ സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യായമായിട്ടും സംശയിക്കാം. അത് ഗൾഫ് രാഷ്ട്രങ്ങളാവാം, ഇസ്രായേൽ ആവാം. കാരണം ഈ ഒരു റീജിയനിലെ നമുക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു റീജിയന്റെ പ്രത്യേകിച്ച് 1979 ശേഷം ഇറാനിൽ നടന്ന ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് ഇറാൻ ഇസ്രായേൽ ബന്ധം ഈ തരത്തിൽ വഷളായത്. അപ്പം ഈ റീജിയനിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും അവിടുത്തെ തന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സ്വാധീനിച്ചൊരു ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റും. അത് 1948 ഇസ്രായേൽ ഫോം ചെയ്ത സമയത്ത് നൈബറിംഗ് അറബ് കൺട്രീസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ആ സമയത്ത് ഇറാൻ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല. ഇന്നേ വരെ ഇറാനും ഇസ്രായേലും ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഇറാനിലെ റവല്യൂഷന് ശേഷം, അത് തന്നെ 1990 തുടക്കത്തിൽ ഗൾഫ് യുദ്ധത്തിന് ശേഷം മാത്രമാണ്. ഗൾഫ് യുദ്ധത്തിന് ശേഷം അതുപോലെ തന്നെ ഓസ്ലോ പീസ് അക്കോർഡ് PLOയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് അംഗീകരിച്ചൊരു സമാധാന ഉടമ്പടിക്ക് വരുന്നതിന് ശേഷം മാത്രമാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ഈ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഈ ഗ്രൂപ്പുകളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇറാൻ ഇസ്രായേൽ റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിനെ അംഗീകരിച്ച പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും ഇറാനായിരുന്നു 1950 തന്നെ, തുർക്കിക്ക് ശേഷം. പിന്നീട് നമുക്ക് കാണാൻ പറ്റും റവല്യൂഷന് ശേഷം മാത്രമാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഇത്തരത്തിൽ വഷളാവുന്നതും. അത് ഇറാൻ ഇസ്രായേൽ റിലേഷൻ മാത്രമല്ല, ഇറാൻ അമേരിക്ക റിലേഷനും അത് പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നീട് നമുക്ക് കാണാൻ പറ്റും ഒബാമയുടെ കാലഘട്ടത്തിൽ ഈ ഒരു ചെറുതായിട്ട് ഒരു മഞ്ഞുരുക്കൽ അല്ലെങ്കിൽ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ഒരു ആണവ ചർച്ചകളൊക്കെ നടത്തിയതിൻ്റെ ബേസിൽ ഒരുപാട് ഒരു അഡ്വാൻസ്ഡ് ആയിരുന്നു. പിന്നീട് വീണ്ടും ട്രംപ് വന്നപ്പോൾ വീണ്ടും പഴയ പടിയിൽ ട്രംപ് കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇപ്പോൾ വീണ്ടും ട്രംപ് അത് എത്രത്തോളം ആത്മാർത്ഥതയോടാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ട്രംപ് വീണ്ടും ഒരു ആണവ നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അവരാവശ്യം സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു ആണവ ശക്തിയായിട്ട് തീരുന്നതിനോട് അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ ഇറാനെ എതിർക്കുന്ന രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് സുന്നി അറബ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊന്നും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവ ശക്തിയാവാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് യുറേനിയം എൻറിച്ച്മെന്റിന്റെ ഒരു ഹയർ ലെവലിലേക്ക് അവരെത്തി. അപ്പോൾ ഏത് സമയം ഇറാൻ വിത്തിൻ മന്ത്സ് അല്ലെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇറാൻ അഡ്വാൻസ്ഡ് ആയി എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ പുറകെയാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. 7 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അപ്പോഴും മനസ്സിലാക്കുന്നത് അവർക്ക് ആ ആണവ കേന്ദ്രങ്ങളിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ന്യൂയോർക്ക് ടൈംസ് അടക്കം തലക്കെട്ടോടെ നൽകിയ വാർത്തയും അത് തന്നെയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തൊടാൻ ഇസ്രയേലിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആളുകളെ മാത്രമാണ്, പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രമാണ് അവർക്ക് വധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് നാശനഷ്ടങ്ങളും ആൾനാശവും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇറാന്റെ ആണവായുധങ്ങൾ അവിടെ സുരക്ഷിതമായി തുടരുകയാണ്. അതൊരു പക്ഷേ ആ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആയിരിക്കാം. അപ്പോൾ അതിനെ കൂടി ലോകം ഭയപ്പെടേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നമ്മൾ ഇറാന്റെ ഈ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് ടെഹ്റാനിൽ മാത്രമല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇറാന്റെ പല പ്രവിശ്യകളിലായിട്ടാണ് ഇതെല്ലാം കിടക്കുന്നത്. അത് തന്നെ നമുക്കറിയാം, മരുഭൂമിയിൽ ഭൂമിക്കടിയിൽ പല നിലകളിലായിട്ടാണ് ഇതെല്ലാം. അതും 1,00,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള
ഇറാനിലുള്ള ഈ പറഞ്ഞ ആണവ സങ്കേതങ്ങളും കേന്ദ്രങ്ങളും എല്ലാം ഒറ്റയടിക്ക് അത് ഇസ്രായേലിനെ ഒന്ന് മുഴുവനായിട്ട് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സംശയം തന്നെ. പക്ഷെ നമ്മൾ ഇതിൽ കൂടെ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഒരു യുദ്ധത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അമേരിക്കയുടെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉണ്ട്. ഇപ്പം അത് ഭൂമിയൊക്കെ തുളച്ച് അടിയിലേക്കൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ബോംബുകളൊക്കെ അമേരിക്കയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അപ്പം ഇവർ യൂസ് ചെയ്യുന്ന വെപ്പൺസ് ഏതാണ് അതിനനുസരിച്ചായിരിക്കും അതിന് റിസൾട്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇസ്രായേലിന്റെ ഇതുവരെയുള്ള അറ്റാക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ അവർ ഏതൊക്കെ സമയത്ത് ഇപ്പൊ ഒരു 1983 തോന്നുന്നു ഇറാൻ ഇറാഖ് വാർ നടക്കുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ ഒരു ത്രെട്ട് ആയി നിൽക്കുന്ന ഒരു കോണ്ടക്സ്റ്റിൽ തന്നെ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഇറാഖിലെ ആണവ സങ്കേതങ്ങളെല്ലാം സക്സസ്ഫുള്ളി ഇസ്രായേൽ തകർത്തിട്ടുണ്ടായിരുന്നു. ഇറാനിൽ തന്നെ ഇപ്പോൾ നമ്മൾ അതിന്റെ ഡാമേജ് എത്രത്തോളം ആണെന്ന് ഇസ്രായേൽ ഒരു വാദം ഉന്നയിക്കുന്നു, അത് പൂർണ്ണമായും തകർത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നദ്ദാൻസിലെ ഒരു കേന്ദ്രം അവർ പൂർണ്ണമായിട്ട് തകർത്തി എന്നാണ് പറയുന്നത്. അതേസമയം ഇറാൻ അത് ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അത് പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇറാൻ അത് സമ്മതിച്ചിട്ടില്ല, അത്രയും തകർത്തിട്ടില്ല, ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. എന്ത് തന്നെയാലും നമ്മൾ ഇതിന്റെ കൂടെ കാണുമ്പോൾ ഈവൻ ഈ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് എത്രത്തോളം നാശം കിട്ടി, അതിനപ്പുറത്തായിട്ട് നമ്മൾ ഇതിന് കൂടെ കാണേണ്ടത് ഇറാന്റെ ഇതിന് ലീഡ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളെല്ലാം ടാർഗറ്റ് ചെയ്യപ്പെട്ടു, സയന്റിസ്റ്റുകളെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സയന്റിസ്റ്റുകൾ മാത്രമല്ല, ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ഒരുപാട് ആളുകളെ വരെ ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിൽ ടാർഗറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് വളരെ ക്ലിയർ ആണ്. ഒന്ന്, അവർക്ക് ത്രെട്ട് ആവാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ യുറേനിയം എൻറിച്ച്മെന്റും അതിന്റെ ഒരു വെപ്പണൈസ് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അവർ ആക്രമിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് മാത്രമല്ല, സിവിലിയൻസിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണാൻ പറ്റും. അപ്പം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കൊരു ക്ലിയർ പിക്ചർ വ്യക്തമാവും എത്രത്തോളം ഇറാൻ ടെറിറ്ററിക്കകത്ത് അവരെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്, അതിന് ഡാമേജ് നേരിട്ടിട്ടുണ്ടെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കിട്ടുകയുള്ളൂ. ഡോക്ടർ ലിറാർ, അമേരിക്കയുടെ പിന്തുണ ഏതായാലും വ്യക്തമാവുകയാണ്. ഹെസ്ബുള്ള മേധാവിയെ വധിച്ച ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രണ്ട് പുരാതന ജനത, ജൂത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാവും, ഇസ്രയേലും ഇറാനും തമ്മിൽ സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സമാധാനത്തിലാകും എന്ന് പറയുന്ന ഒരു പ്രവചനം, അതായത് അവിടെ മറ്റൊരു സർക്കാരിനെ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കുമോ അണിയറയിൽ നടക്കുന്നത്? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം നമ്മൾ പശ്ചിമേഷ്യയുടെ ചരിത്രവും അതേപോലെ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇടപെടൽ, ഓരോ കാലഘട്ടത്തിലെ ഇടപെടലുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടോ, അത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവര് പല രീതിയിലാണ് അത് എലിമിനേറ്റ് ചെയ്തപ്പെട്ടത്. അത് സദ്ദാം ഹുസൈൻ ആണെങ്കിലും ഗദ്ദാഫി ആണെങ്കിലും. നമ്മൾ ഇറാന്റെ കേസ് പരിശോധിക്കുകയാണ്, 1953 അവര് ഡോക്ടർ മുസാദിഖ് എന്ന ഒരു ആളെ അവരെ അവിടുന്ന് ഭരണത്തിൽ മറ്റൊരു ഓപ്പറേഷനിലൂടെ അത് CIA-യും അതേപോലെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഒരു അട്ടിമറിയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് 1953 വീണ്ടും പഹ്ലവി ഭരണകൂടം അവിടെ വരുന്നത്. മുഹമ്മദ് ഡിസാ ഷാ പഹ്ലവി എന്ന ആൾ അവിടെ ഭരണത്തിൽ വന്നു. 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നത് വരെ ഒരു പ്രോ വെസ്റ്റേൺ പോളിസി ഉണ്ടായിരുന്ന പഹ്ലവി ഭരണകൂടമാണ് ഇറാൻ ഭരിച്ചത്. അത് നമ്മൾ കാണണം. അത് മാത്രമല്ല, അന്ന് മാഡം പറഞ്ഞ പോലെ ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1948 ഇസ്രായേലിന്റെ ഫോർമേഷന് ശേഷം ഇസ്രായേലിനെ അംഗീകരിച്ച പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്ന് അന്ന് ഇറാനായിരുന്നു. ഇതേ ഇറാൻ തന്നെ 1947 UN ഒരു പാർട്ടീഷൻ പ്ലാൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് അതിനെ എതിർത്ത രാഷ്ട്രം കൂടിയാണ് ഇറാൻ. പലസ്തീൻ പാർട്ടീഷൻ ഒരു സൊല്യൂഷൻ ഉള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ രാഷ്ട്രം കൂടിയാണ് ഇറാൻ. ഇതേ ഇറാനാണ് പിന്നീട് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാവുന്നതും. 1980 മുതൽ 88 വരെ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇസ്രായേലുമായിട്ട് ശത്രുതയിലായിരുന്ന രാഷ്ട്രം 79 വിപ്ലവത്തിന് ശേഷം ശത്രുതയിലായിരുന്ന രാഷ്ട്രം വിത്തിൻ 2-3 ഇയേഴ്സ് ഇതേ ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇറാഖിനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടിയിട്ട് രഹസ്യമായിട്ട്. അപ്പം അന്താരാഷ്ട്ര അപ്പൊ ഇതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കാണാം. അപ്പൊ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ബൈലാറ്ററൽ റിലേഷൻസ് ഏത് സമയത്തും ഒരു സൗഹൃദത്തിലേക്ക് പോവാം, ഏത് സമയത്തും ഒരു സംഘർഷത്തിലേക്കും ശത്രുതയിലേക്കും പോവാം. അതിന് ചെറിയ കാരണങ്ങൾ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂട മാറ്റം മതി. അത്
ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയും അവർ അട്ടിമറിച്ചിട്ടുണ്ട്. അല്ലാത്ത രീതിയിലും അത് നമുക്ക് ആ റീജിയന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു പക്ഷേ ഇറാനിലെ ഭരണം മാറിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ പിന്നീട് വരുന്നത് ഒരു പ്രോ വെസ്റ്റേൺ, പ്രോ ഇസ്രായേലി ഭരണം ആയിക്കൂടായില്ല. അങ്ങനെയും ഒരു സാധ്യത നമുക്ക് കാണാം ഇതിന്റെ കൂടെ തന്നെ. വളരെയധികം നന്ദി ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്.